ഹലോ ഗൈസ്, റാഫി അടൂരാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോട്ടയം ജില്ലയിലേക്ക് പോവാണ്. കോട്ടയം ജില്ലയിൽ നല്ല കിടിലൻ 4 സ്പോട്ടുകളുണ്ട്. വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ അടൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എരുമേലി റൂട്ടിലാണ്. ഇവിടുന്ന് മുക്കടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകണം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് നേരെ നമ്മൾ ഈ കോട്ടയം ജില്ലയിലെ ഈ 4 സ്പോട്ടുകളിലേക്ക് പോകുന്നത്. ഒന്ന് ഇല്ലിക്കൽ കല്ല്, പിന്നെ ഇലവീഴ പൂഞ്ചിറ, പിന്നെ 2 സ്പോട്ടുകളുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല കിടിലൻ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഞാനങ്ങനെ രാവിലെ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ പത്തനംതിട്ടയിലേക്ക് തിരിക്കുകയാണ്. അടൂരിൽ നിന്നും പത്തനംതിട്ട റാന്നി ഈ വഴിയാണ് ഞാൻ പോകുന്നത്. റാന്നിയിൽ നിന്നും എരുമേലിക്ക് മുമ്പായിട്ട് മുക്കട ജംഗ്ഷനിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. രാവിലെ തന്നെ തിരക്കുകളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കാഞ്ഞിരപ്പള്ളിയിലെത്തി. ഇതൊരു ചെറിയ സർവീസ് റോഡ് പോലെയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ എത്താൻ സാധിക്കുന്നൊരു റോഡാണ്. അങ്ങനെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇനി നേരെ പോകേണ്ടത് ഈരാറ്റുപേട്ടയ്ക്കാണ്. രാവിലെ 7 മണിക്കാണ് ഞാൻ അടൂരിൽ നിന്നും യാത്ര തിരിച്ചത്. ഇനി നമുക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് കാപ്പിയെല്ലാം കുടിച്ചിട്ട് വേണം അവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഹോട്ടലിലൊക്കെ കയറി ചായയും ദോശയെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞാൻ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി നേരെ ചോദിച്ചും പറഞ്ഞുമൊക്കെ നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തണം. അങ്ങനെ അങ്ങോട്ടേക്കുള്ള പാതയാണിത്. നല്ല റോഡുകളാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകേണ്ടത്. അവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു ലൈറ്റ് ഹൗസ് ആട്ടോ ഇത്. ഇതുകൊള്ളാം, സംഭവമുണ്ട്. ഇല്ലിക്കല്ല് എങ്ങോട്ടാ? ഇല്ലിക്കല്ല് റൈറ്റ്. ഈ കാണുന്നതൊക്കെ റിസോർട്ടുകൾ കേട്ടോ. റിസോർട്ടും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതൊക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും കാപ്പിയാണെന്ന് തോന്നുന്നത്. ഈ സൈഡിൽ കാണുന്നതെല്ലാം കാപ്പിത്തോട്ടങ്ങളാണ്. കാപ്പിയാണ് ഈ നിൽക്കുന്നതെല്ലാം. കണ്ടില്ലേ ഈ കാണുന്ന മൊത്തം. ഞാൻ വഴി ചോദിച്ചത് ബംഗാളിയുടെ അടുത്താണെന്ന് തോന്നുന്നു. ബംഗാളി റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി അത് ബംഗാളിയാണെന്ന്. പക്ഷേ പുള്ളി മലയാളം സംസാരിക്കുന്നില്ല. കണ്ട ഒരു മലയാളിയുടെ കൂട്ടുണ്ട്, അതുകൊണ്ടാണ് മലയാളി അടുത്ത് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചത്. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് തിരിയേണ്ട ഒരു എൻട്രൻസിലാണ്. ഇവിടെ താപ്പോട്ട് പോയാൽ വാഗമൺ റൂട്ടിലേക്ക് പോകാൻ കഴിയും. മേളിലോട്ട് നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്കാണ്. ഇവിടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ള ഏരിയ ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മുകളിലോട്ട് വന്നാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും ഒരു ഗേറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാനും. പിന്നെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ റേഞ്ച് ഇല്ലാത്ത കാരണം ഗൂഗിൾ പേയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വർക്കാവത്തില്ല. ക്യാഷ് കൊണ്ടുവന്നാലും നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വഴി നമ്മൾ ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇല്ലിക്കല്ലിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പണി കിട്ടി. സംഭവം ഇവിടെ കറണ്ടില്ല. ഇവിടെ ഗൂഗിൾ പേയോ പിന്നെ നെറ്റ് സംബന്ധമായിട്ടുള്ള പേയ്മെൻറ്റോ ഒന്നുമില്ല. 33 രൂപ ഉള്ളൂ. പക്ഷേ ക്യാഷ് എടുക്കാൻ പറ്റുമോ? എനിക്ക് എപ്പോഴും പറ്റുന്നൊരു പറ്റാ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് 2 സുഹൃത്തുക്കൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടെ. അവരെനിക്ക് തന്നു. അവരെൻ്റെ പാസ് എടുത്ത് തന്നു. അവർക്ക് പിന്നെ ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ വരുന്നവരായി ശ്രദ്ധിക്കുക, കയ്യിൽ ക്യാഷ് തരുത് ഇവിടെ പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ പേയും പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ ജീപ്പ് പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നടന്നും കയറാം. അപ്പം ഞാൻ നടന്ന് കയറാനുള്ള പാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നടന്ന് നമുക്ക് ഈ ഒരു മലയുടെ മുകളിലോട്ട് കയറാൻ പറ്റും. പിന്നെ പെണ്ണുങ്ങളായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇപ്പോൾ അണയ്ക്കുന്നു. കയറി തുടങ്ങുന്നുള്ളൂ, ഇപ്പോഴേ അണപ്പ് തുടങ്ങി. ജീപ്പിൽ സവാരിയിൽ വരുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്ക് അണപ്പായിരിക്കും. ഈ സമയത്ത് ഒരു 11 മണിക്ക് മുമ്പായിട്ടൊക്കെ ഇവിടെ എത്തുവാണെങ്കിൽ സൂപ്പറായിരിക്കും. മഴ സമയങ്ങളിൽ ഇവിടെ അതീവ സുരക്ഷയിലായിരിക്കും കാര്യങ്ങളൊക്കെ നടത്തുക. സംഭവം എന്ന് വെച്ചാൽ മഴ സമയത്തൊന്നും കയറ്റി വിടത്തില്ലാന്ന് തോന്നുന്നു. ഇടിമിന്നൽ ഏശാൻ പറ്റിയ സ്ഥലമാണ്. പെട്ടെന്ന് ഇടിമിന്നൽ നമുക്ക് ഏശും. അങ്ങനത്തെ ഒരു സ്ഥലം ഇത്. ഇപ്പോൾ ഏകദേശം 10 മണിയായി. കറക്റ്റ് 7 മണിക്ക് ഞാൻ അടൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. കറക്റ്റ് 3 മണിക്കൂർ വേണ്ട. ഞാൻ പയ്യാണ് വന്നത്, രാവിലെ ആയതുകൊണ്ട്. മാത്രമല്ല ഈരാറ്റുപേട്ടയിൽ ഇറങ്ങി കാപ്പിയെല്ലാം കുടിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഇതൊരു ഹെയർ പിൻ വളവൊക്കെയാണ്. ഈ വളവിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നത് കണ്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നേ. കണ്ടോ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ.
നമ്മളിങ്ങനെ ഈ ഷോർട്ട് കട്ട് വഴി കയറി പോകണം കേട്ടോ. ആ റോഡ് വഴി കുറേ നടക്കണം. ഇങ്ങനത്തെ ഷോർട്ട് കട്ട് വഴിയൊക്കെ കയറി പോവാം. കുറേ പേര് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ കുറേ പേര് കയറിയിട്ട് താപ്പോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. മഴ പൊടിയുന്നുണ്ട് കേട്ടോ. വയ്യ, ഭയങ്കര അണപ്പ്. എൻ്റെ അമ്മോ, ആ മുകളിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു. ഇനി കുറേ പോണോ ബ്രോ? മേപ്പോട്ട് നമ്മൾ കണ്ട ആ കോടയും മലയും കൂടെ കണ്ടില്ലേ? അവിടോട്ടൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ കുറേ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് ആൾക്കാരുടെ. അവിടെ സ്റ്റെപ്പ് പോലെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുവഴി ഞങ്ങൾ ഇങ്ങനെ നടന്ന് അതിൻ്റെ ടോപ്പിലെത്താൻ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു കാലാവസ്ഥയാണ്. അയ്യോ, ഫുള്ള് കോടയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റുന്നില്ല കേട്ടില്ലേ? ഫുള്ള് കോട വെച്ച് മറിഞ്ഞു. ഗൈസ് ഒക്കെ കുറച്ച് നേരം മുമ്പ് ഇവിടെ ഫുള്ള് തെളിഞ്ഞു കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞതുകൊണ്ടില്ലേ? അവിടെ പുറേ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റുന്നില്ല. അവിടെ രണ്ടുപേരും ഇന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ പോലും കാണാൻ കഴിയുന്നില്ല. ഫുള്ള് കോടയായി, ഫുള്ള് നിറഞ്ഞു ഇവിടെ. ഇതാ അവിടെ നിന്നിട്ട് കൂവാണ്. ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. മഴയായി, ഫുള്ള് കോടയായി. സെറ്റ്. നമുക്ക് കുറച്ച് ഓടാൻ കഴിച്ചു. ഫുള്ള് മഞ്ഞായി. ഇനിയും കുറെ പോണോ? ആ ഇവിടേക്ക് ഓരോ കടകളൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ നല്ല കടകളൊക്കെ ഉണ്ട് ഇവിടെ. ആവശ്യത്തിന് കോഫിയും ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കടകളാണ് ഇതൊക്കെ. അടിപൊളി. ഫുള്ള് കോടയായി. അതെല്ലാം കണ്ടിട്ട് ഇറങ്ങി വരുന്നവരാട്ടോ. ഹായ്. കുറച്ച് മുമ്പ് വരെ ഇവിടെ വേണ്ട തെളിഞ്ഞു കിടന്ന സ്ഥലം ഇപ്പോൾ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുമോ. എന്തൊരു കാലാവസ്ഥയാണ് നോക്കി. പൊളിയല്ലേ ഇതാ. ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങി പോകുന്ന ടീംസാണ്. ഇനി നമുക്ക് ഈ വഴി കയറി മേപ്പോട്ട് പോകണം. സുരക്ഷാ വേലികൾ മറികടക്കരുത്. കണ്ടില്ലേ? മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. 500 രൂപ പിഴയാണ് ഇവിടെ. മാലിന്യമൊക്കെ വലിച്ചെറിഞ്ഞാൽ 500 രൂപ പിഴയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ സൂക്ഷിക്കണം. അത്രയ്ക്ക് അടിപൊളിയൊരു പ്ലേസാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ? ഇവിടുത്തെ ആളെ കണ്ടോ? നല്ല നൈസ് മഴ പെയ്യുന്നുണ്ട്. കിടിലൻ. നേരത്തെ ഇവിടെ എല്ലാം നല്ല വൃത്തിക്ക് മലയെല്ലാം കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ? ഫുള്ള് കോട നിറഞ്ഞിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. നമ്മളങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ ടോപ്പിലോട്ട് കയറാനുണ്ട്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. രാവിലെ തന്നെ എത്തിയവരാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല സെറ്റപ്പ് കാലാവസ്ഥയിലാണ് ഞാൻ വന്നത്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയിലാണ് വന്നത്. അതുകൊണ്ട് ഈ കാണുന്നത് തൊടുപുഴ ഭാഗമാണ് കേട്ടോ. ഒന്നും കാണാൻ കഴിയുന്നില്ല കോട കാരണം. ഇവിടെ ഇനി കുറച്ച് റോഡില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ 2 സൈഡിലും വേല് കെട്ടിയിട്ടിട്ടുണ്ട്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതുണ്ടല്ലേ? 2 സൈഡിലും വേല് കെട്ടിയിട്ടിട്ടുണ്ട്. വാവ്. ഇവിടെ തെന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. നോക്കിയൊക്കെ പോകണം. തൊടുപുഴ ഭാഗം കേട്ടോ ഈ കാണുന്നത്. പക്ഷെ കോട കാരണം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ്ടാ ഗൈസ്, ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇത് കണ്ടല്ലേ? ആ ദൂരെ കാണുന്നതൊക്കെ തൊടുപുഴ ഭാഗമാണ്. നമുക്കിവിടെ ക്യാമറയിൽ വലുതായിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചില ഭാഗങ്ങളിങ്ങനെ വൈറ്റായിട്ട് കാണാൻ സാധിക്കും. എന്ത് രസമാണെന്നറിയാം. ഫുള്ള് കോടയായി. മേളിൽ നിന്നൊക്കെ ആളിറങ്ങി വരുന്നുണ്ട്. അവിടം വരെ ഉള്ളൂ റോഡൊക്കെ സെറ്റാക്കിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട്
എന്ത് രസം നോക്കി. ഇതുവഴിച്ച് സീനാണെന്ന് തോന്നുന്നു. ഇതുവഴി അങ്ങനെ കയറി പോവാ. മഴയായി, സൂപ്പർ മഴയായി. ഓ അയ്യോ, നടക്കാൻ വയ്യേ. ഒന്നും കിട്ടുന്നില്ല ഗൈസ്, ഫുള്ള് കോടയായിട്ട് ഒന്നും കിട്ടുന്നില്ല. എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഇവിടെ ഇങ്ങനെ ക്ലോസ് ആക്കി കേട്ടോ, ഇത്ര വരെ ഉള്ളൂ. ഇതാണ് ഈ മലയുടെ ടോപ്പ്, ഇതാണ് ടോപ്പ്. നമുക്ക് അവിടെ ആയിരുന്നു നമ്മുടെ പാറ കണ്ടത്. ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന ആ ഒരു വാട്ടർമാർക്ക് സംഭവം കണ്ടത് അവിടെയാണ്. പക്ഷേ ഇപ്പോൾ കണ്ടില്ല, ഫുള്ള് കോടയായിട്ട് ഇതാ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഗ്രൗണ്ടിൽ ഫുള്ള് കോടയായിട്ട് ഇപ്പോൾ എല്ലാം മാഞ്ഞു. അത്രയ്ക്ക് കിടിലം വ്യൂ ആണ് ഇവിടെ. നിങ്ങൾ ഇതുവരെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഫുള്ള് കോട നിറഞ്ഞിട്ട് രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെ എത്താൻ പറ്റും. തെളിഞ്ഞു വരുന്നുണ്ട് കഴിച്ച്, തെളിഞ്ഞു വരുന്നുണ്ട്. ഓ അടിപൊളി, തെളിഞ്ഞു വരുന്നുണ്ട് ഗായ്സ്. തൊടുപുഴ ഭാഗവും ഇല്ലിക്കൽ കല്ലും എല്ലാം കൂടെ ഇങ്ങനെ നല്ല വൃത്തിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടുന്ന് ക്യാമറയൊക്കെ പോയാൽ പോയി, പിന്നെ എടുക്കാനൊന്നും പറ്റത്തില്ല. അത്ര കിടിലം വ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല കിടിലം മഴയും നല്ല അടിപൊളി കുറേ ടീമിനെയൊക്കെ കിട്ടി. പിന്നെ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ള പ്രദേശമായതിനാൽ നമ്മൾ സേഫ്റ്റി മുഖ്യം ബിഗിലേ എന്നുള്ള ആ ഒരു ഡയലോഗ് മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ്. അതാണ്ട് ഇത് കണ്ടില്ലേ, ഡേഞ്ചർ, ഇടിമിന്നൽ സാധ്യത പ്രദേശം, ദയവ ജീവനക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക, തണ്ടർസ്റ്റോം പ്രോൺ ഏരിയ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി മുഖ്യമായതുകൊണ്ട് നമ്മൾ നൈസായിട്ട് താപ്പോട്ട് ഇറങ്ങി പോവാണ്. നല്ല എന്ത് വ്യൂ ആണെന്നറിയാമോ ഗൈസ്, ഈ കിടില സംഭവം കേട്ടോ. നമ്മൾ താഴോട്ട് കയറി വന്ന റോഡൊക്കെ നിങ്ങൾക്ക് കാണണം. ഇപ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന റോഡും കാര്യങ്ങളൊക്കെ. അയ്യോ, ഞാൻ ഇത്ര എനിക്കൊരു ഇത് പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഈ ഇല്ലിക്കൽ കല്ല് ഇത്രയാണെന്ന്. സംഭവം അടിപൊളി, കിടിലം കാലാവസ്ഥ, മഴ, കോടമഞ്ഞ്. ആഹാ, ഈ വഴി ഇങ്ങനെ ഇറങ്ങിപ്പോകണം. വേണ്ട, അവിടെ എല്ലാവരും നിന്നും കൂടിയും ഇപ്പോൾ ഉണ്ട്. മഴയൊന്നും ആർക്കും ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇറങ്ങുവാണ് കേട്ടോ, ഭയങ്കര റിസ്ക് ഇറങ്ങിപ്പോകുന്നത്. തെന്നി അടിച്ച് നടക്കും കേട്ടോ, മഴയും കൂടെ പെയ്തുകൊണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരും ഇതുവരെ ഈ ഇല്ലിക്കൽ കല്ല് സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കേണ്ടതാണ്. നല്ല അടിപൊളി ഒരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്, നല്ല കിടില സ്ഥലമാണ്. ആരെയും നിരാശപ്പെടുത്തത്തില്ല. നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ നിന്ന് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കോട്ടയത്തെ ഈ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഒരു തിരക്കിലാണ്, പിന്നെ നോക്കി ഇറങ്ങിയില്ല പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ കോടയൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. നമുക്കിനി 3 സ്ഥലം വിസിറ്റ് ചെയ്യാനുണ്ട്. ഇലവീട പൂഞ്ചിറയുണ്ട്, പിന്നെ 2 സ്ഥലമുണ്ട്, അത് ചോദിച്ചിട്ട് പോകണം. എന്തായാലും അടിപൊളി നല്ല കിട്ടുന്ന സംഭവമാണ്. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് എനിക്ക് ഈ ഒരു കാലാവസ്ഥ കിട്ടി. ഉച്ച സമയത്തൊക്കെ വരുവാണെങ്കിൽ മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മഴയില്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. മാത്രമല്ല ഒരുപാട് മഴ പെയ്താലും കയറ്റി വിടത്തില്ലായിരിക്കും ചിലപ്പോൾ, ഇടിമിന്നലിൻ്റെ പ്രശ്നം ഉണ്ടായുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സുരക്ഷാ വേലികൾ മറികടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ വേണം കേട്ടോ. ഇത് താഴെ കുഴി കേട്ടോ, ഇവിടം വരെ നിൽക്കാം. അയ്യോ, ഇതാണ് നിങ്ങളെവിടുത്തെയാ? ഞങ്ങള് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ? ബൈക്കിലാണോ? ശരി, 2 മച്ചന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താ? നിതിൻ, സഞ്ജയ്. നിങ്ങൾ രാവിലെ തന്നെ അവിടെ തിരിച്ചു അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകട്ടെ. മഴ നല്ല ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതൊക്കെ ഇവിടെ സർവീസുകൾ നടത്തുന്ന ജീപ്പുകളാണ് കേട്ടോ. ഇവിടെ ഇപ്പം രാവിലെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥ ആയപ്പോഴത്തേക്ക് കുറേ പേര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഫാമിലി ആയിട്ട് വന്നവരാണ്. ഇവരൊക്കെ അങ്ങോട്ടേക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ജീപ്പിൽ പോകാൻ നിൽക്കുന്നവരാണ്. നമ്മൾ അവിടുന്ന് അങ്ങനെ തിരിച്ച് അടുത്ത കട്ടിക്കയം വാട്ടർഫോളിലോട്ടേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമേ കയറി ചെന്നത് ഒരു വഴി തെറ്റിയ റൂട്ടിലാണ്.
വഴി ചോദിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അവിടെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ശ്രദ്ധയിൽപ്പെടത്തില്ല. അപ്പം മാക്സിമം ചോദിച്ചിട്ടൊക്കെ പോവുക. നമ്മളും കയറി ചെന്ന് പെട്ടത് ഒരു വീട്ടിലേക്കാണ്. അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണുക. കൂടുതലും ഇവിടെ കാപ്പിയും ഏലവും അങ്ങനത്തെ ഒക്കെ ഉള്ള കൃഷികളാണ്. നല്ല അടിപൊളി ഒരു ഗ്രാമമാണിത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട്. നല്ല കിഡിലായിട്ട് എൻജോയ് ചെയ്ത് പറ്റിയൊരു, എന്തായാലും ഇങ്ങോട്ട് വഴി തെറ്റി കയറി വന്നത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി. അത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇങ്ങനെ കുറച്ച് നേരം അകത്തോട്ട് പോയിട്ട് അവിടെ റോഡ് തീരുകയാണ്. അപ്പോൾ ഗൈസ്, ഇല്ലിക്കക്കല്ലിയിൽ നിന്ന് കുറച്ച് താപ്പോട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ റൈറ്റ് പോയാൽ വാഗമണ്ണും, പിന്നെ ലെഫ്റ്റിലേക്ക് വന്നാൽ നമുക്ക് ഈ കട്ടിക്കയം വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി കിട്ടും. അത് ഇവിടം വരെ ഉള്ളൂ വഴി, ഈ സ്ഥലം വരെ ഉള്ളൂ വഴി. പിന്നെ അങ്ങോട്ട് നടന്ന് ട്രക്കിങ് പോകണം, വണ്ടി കയറി പോവില്ല. ജീപ്പെല്ലാം കയറി പോകും, ബൈക്കും കയറി പോകും. പക്ഷേ നല്ല കല്ലും മണ്ണുമൊക്കെയാണ്, ഞാനതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഞാൻ ദാണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് പൂട്ടുവാണ്. ഇതാണ്ടില്ല, ഇവിടം വരെ ഉള്ളൂ വഴി. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നടന്നു പോകണം. അപ്പോൾ ഞാനിവിടെ വണ്ടി വെച്ചിട്ട് ഹാൻഡിൽ ലോക്കൊക്കെ ചെയ്ത് സേഫാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഹെൽമെറ്റ് ഞാൻ കയ്യിലെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നടന്ന് പോയിട്ട് വരാം. ആദ്യമായിട്ടാണ്, ഇവിടെ ആരെയും കാണുന്നില്ല. വല്ല പന്നിയോ ഒരു താരം വല്ലതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോവാണ് കേട്ടോ. ഇവിടെ ഗൈസ്, ഇവിടെ വീടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കാണാൻ സാധിക്കുമോ? അതുകൊണ്ട് അവിടെ ഒരു വീടാണ്. ഇതുവഴി ഇങ്ങനെ നടന്നു പോയാൽ ആ വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി ഒന്ന് നടന്നു പോവാം. അടിപൊളി സ്ഥലം കേട്ടോ. ഇതൊക്കെ വീടുകളാണ്, ഉണ്ടല്ലേ. ഇതൊക്കെ ഓരോ വീട്ടിലോട്ടുള്ള വഴികളാണ്. എന്തായാലും പോയി നോക്കാം. എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. ഇവിടെ അങ്ങനെ ആ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് വന്ന ആളുകളെ ഒന്നും കാണുന്നില്ല കേട്ടോ. എനിക്കൊന്നും അവർക്കൊന്നും ഈ ഒരു വഴി അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഗൈസ് അവരുടെ വീട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു കേട്ടോ. വാട്ടർഫോൾ എവിടെയാണെന്ന് അറിയത്തില്ല. വഴി സംഭവം തെറ്റിയിട്ടുണ്ട്. വാട്ടർഫോൾ എവിടെയാണെന്ന് അറിയില്ല. നമ്മളൊരു വീട്ടിലേക്കാണ് ഈ വഴി. ചേട്ടാ, ഈ വാട്ടർഫോൾ ഉള്ള എവിടെയാ? വെള്ളച്ചാട്ടം ഉള്ളേ? താഴെ നിന്ന് കുറച്ചുകൂടെ പോകണം അല്ലേ? അങ്ങോട്ടാ? ഞാൻ വഴി തെറ്റി വന്നേ. ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. അപ്പോൾ സംഭവം ഇതല്ല, ഇത് വീട്ടിലേക്കുള്ള വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ നിന്ന് തിരിഞ്ഞ് പോകണം. എനിക്കപ്പോഴും തോന്നി ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട് ചെറിയൊരു ഡൗട്ട് അടിച്ച്. ഇത് നേരെ ചെല്ലുന്ന ഒരു വീട്ടിലേക്കാണ്. സംഭവം അവിടെ എന്തായാലും ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു നമ്മൾ വന്ന വഴി തന്നെ റൈറ്റിലോട്ട് കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി കേട്ടോ. ഇവർക്ക് ശരിക്കും വഴിയൊന്നും ആയിട്ടില്ല കേട്ടോ. അവിടം വരെ ഉള്ളു വഴി. ഇവർ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ചേട്ടൻ പറഞ്ഞു തന്ന വഴിയിലേക്ക് പോവുകയാണ്. അത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടത്തില്ല ഒരു ബോർഡ് ഇരിക്കുന്നത്. മാക്സിമം എല്ലാവരും നോക്കിയിട്ട് വരിക, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരേണ്ടി വരും. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ലെഫ്റ്റിലേക്കാണ് നമുക്ക് ആ ഒരു കട്ടിക്കയം വാട്ടർഫോളിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിക്കയം വാട്ടർഫോളിൻ്റെ ഒരു എൻട്രൻസിലോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. മേഘത്തെ കുറുക്കി അപകടം ഒഴിവാക്കും. അതീവ അപകട മേഖല, ഡേഞ്ചറസ് സോൺ. ശ്രദ്ധിക്കൂ, അപകടം ഒഴിവാക്കും. മാസം 1, അപകടം 60, മരണം 5, പരിക്കേറ്റവർ 200. അകത്തോട്ട് പോകാൻ പറ്റില്ലേ? വെള്ളച്ചാട്ടം എവിടെയാളെ? ബൈക്കോടെ വെച്ചിട്ട് നടന്നു പോവാം. ഓക്കെ. ആണല്ലേ? ഇവിടെ ഫുഡൊക്കെ ഇവിടെ എനിക്കൊന്ന് ആൾക്കാർക്ക് വലുതായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. അറിയില്ല, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ട് വന്നേ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ
ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇവിടെ ട്രാവലിനും അല്ലാത്തവർ വണ്ടിക്കെല്ലാം ഇവിടെ വരുന്ന ആൾക്കാർ ആണല്ലേ? ഉച്ച കഴിയുമ്പോഴൊക്കെ വരുള്ളൂ. ഇന്നലെയൊന്നും ഇല്ലായിരുന്നു തിരക്ക്. നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥയാണ്. നെറ്റും ഇല്ലല്ലോ ചേച്ചി. ഇവിടം വരെ ഉള്ളൂ സംഭവം. ഇവിടെ അപകടം ഒരുപാട് നടന്നതുകൊണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 300 മീറ്റർ നടന്നകത്തേക്ക് കയറണം. കുറച്ച് മുമ്പോട്ട് നടന്നു പോകണം. നമ്മുടെ വണ്ടി താണ്ട ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ശരിക്കും ആൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അയ്യോ ഇത് നോക്കി, ഇവിടെ ഫുള്ള് വഴുക്കുണ്ട് കേട്ടോ സംഭവം. ഇതാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു ആ ഒരു വെള്ളച്ചാട്ടം. അവിടെ ആളുകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ കണ്ടില്ലേ, ഇതാണോ വെള്ളച്ചാട്ടം? അടിപൊളിയാണ്. താഴാണ് അല്ലേ? കുറച്ച് ഡേഞ്ചർ സംഭവം അല്ലേ ഇവിടെ? ഡേഞ്ചറാണ്, സൂക്ഷിച്ച് പോണേ. അതല്ലേ? ഒരു കുത്തിറക്കമാണ്, വഴുക്കുണ്ടല്ലേ? പഴുക്കണമുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ഡേഞ്ചറസ് പ്ലേസ് ആണെന്നാണ് ഈ ചേട്ടന്മാർ പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വണ്ടി അവിടെ വെച്ചിട്ട് വന്നു. ഒറ്റയ്ക്കുള്ളപ്പോൾ ഇറങ്ങുന്നില്ല. ഓക്കെ. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് പ്ലേസ് ആണ്. ഒറ്റയ്ക്കുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി. ഞാൻ പ്രത്യേകിച്ച് ഇറങ്ങത്തില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും. പിന്നെ അയ്യോ ഇതുണ്ടോ, പോളി സംഭവമാണ്. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഇവിടെ വരുവാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണ്ട. നമ്മുടെ സേഫ്റ്റിയാണ്. ഞാനല്ലേലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാനെങ്ങും കുളിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഇറങ്ങത്തില്ല. കുറേ നടക്കണം കേട്ടോ താപ്പോട്ട്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി താഴെ പോകണം. നല്ല വഴുക്കുണ്ട്. ദൂരെ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ വെള്ളച്ചാട്ടമാണ്, ആ വെളുത്ത് കിടക്കുന്നതൊക്കെ. അടിപൊളി വ്യൂ കേട്ടോ, സംഭവം സെറ്റ്. ഇവിടെ ആരും മിസ്സാക്കരുത്. ഇല്ലിക്കക്കല്ലി വരുന്നവരെ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്നിരിക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് ഗൈസ്. കുറച്ച് മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസാണ് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. മോനെ ആരുടെയൊക്കെ തുണിയൊക്കെ ഇവിടെ കിടക്കുന്നു. അടിപൊളി. അയ്യോ എന്ത് രസമാണ് നോക്കിയേ, സെറ്റ്. ഇവിടെയാണോ അപ്പുറത്താണോ കുളിക്കുന്നത് അറിയത്തില്ല. അയ്യോ എൻ്റെ മോനെ എന്ത് രസമാണ് നോക്കിയേ, പൊളി വൈബാണേ, അടിപൊളി. അല്ല കിടിലൻ സെറ്റ്. എൻ്റെ മോനെ എൻ്റെ പൊന്നെ എന്ത് രസമാണ് നോക്കിയേ. ഇത് കണ്ടോ ഗൈസ്, അയ്യോ അടിപൊളി. വെള്ളത്തിൻ്റെ ആ ഒരു കിടപ്പ് കണ്ടോ ഗൈസ്. നല്ല ആഴമുള്ള പ്രദേശമാണ് കേട്ടോ ഗൈസ്. വാവ് ഗൈസ്, നല്ല കിടിലം വെള്ളമാണ്, നല്ല അടിപൊളി വൈബുമാണ്, നല്ല അടിപൊളി സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടി. കാരണം എന്ന് വെച്ചാൽ നല്ല ആഴമുള്ളൊരു പ്രദേശമാണ്. ഒറ്റയ്ക്കായതുകൊണ്ട് ഇറങ്ങാൻ ഒരു പേടി. മാത്രമല്ല ഇറങ്ങി വന്ന വഴിയിൽ ചേട്ടന്മാർ പറഞ്ഞത് ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ കുളിക്കാൻ ഇറങ്ങല്ല മോനെ, ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പോലും ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈ സൈഡിലൊക്കെ ഇന്ന് കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ അടിപൊളി, എന്ത് രസമാണെന്ന് നോക്കിയേ ഗൈസ്. ഓ അടിപൊളി. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അവരെല്ലാം കുളിച്ചിട്ട് കയറി, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി വരാനുണ്ടാവും ആൾക്കാർ. അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഉച്ചയാകുമ്പോഴത്തേക്ക് ആൾ വരുമെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് താപ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വഴുകി അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആൾ തീരും. ഒരു കൊക്കയാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഇതാ ഈ ഇങ്ങനെ ഒഴുകി വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇറങ്ങണ്ടെന്നൊക്കെ പറയുന്നത്. അടിപൊളി ഒരു സംഭവമാണ്, കിടിലൻ സംഭവമാണ്. എൻ്റെ പേര് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഓ എന്ത് രസമാണെന്ന് നോക്കിയേ. ഞാൻ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ ചിലവഴിച്ചു. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കുളിക്കല് എന്ന് പറയുന്നതിൻ്റെ കാരണം ഭയങ്കര കുഴിയാണ്. മാത്രമല്ല നല്ല വഴുക്കുമുണ്ട് പാറയിൽ. അത്യാവശ്യം നല്ല നില കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഈ അറ്റ സൈഡിലൊക്കെ നിന്നിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം 5 മരണത്തോളം ഇവിടെ നടന്നിട്ടുണ്ട്. 5 മരണവും 200ഓളം അപകടവും ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സേഫ്റ്റി നോക്കുന്നത്. എൻ്റെ പൊന്നെ അവിടെ ചെറുതായിട്ടൊന്ന് കുളിച്ച് ഒരുപാട് ആളുകൾ വന്നു കേട്ടോ. അവിടെ സൈഡിലൊക്കെ നിന്നൊന്ന് കുളിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ കയറി പോവാണ്. ഇനി കടുവാപ്പുഴയോ അങ്ങനെയാണ് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വേണം പോകും. ഏലൂക്കാവ് ഗ്രാമപഞ്ചായത്ത്, ഇലവീഴ പൂഞ്ചിറ.
കേട്ടോ. ഇവിടെയാണ് മേലുക്കാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മറ്റേ കഥ പറയുമ്പോൾ സിനിമയിലൊക്കെ പറയുന്ന ആ ഒരു മേലുക്കാവാണെന്ന് തോന്നുന്നു. ഇതുണ്ടല്ലോ, ഇവിടെ നിന്നാണ് കിടിലൻ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മുനിയറ ഗുഹ, ഇലവീഴ, പൂഞ്ചിറ, മേലുക്കാവ്, ഈരാറ്റുപേട്ട. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്പോട്ടായ ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇലവീഴ പൂഞ്ചിറയിലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ കയറി പോകുന്നതിന് പ്രത്യേക പാസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടക്കാൻ പറ്റുന്നവർക്ക് നടന്നും പോകാം. അതുപോലെ തന്നെ ജീപ്പ് സഫാരി ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മളങ്ങനെ മൂന്നാമത്തെ സ്പോട്ടായ ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിൻ്റ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് കേട്ടോ. ഇവിടെയും ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇടിമിന്നലേക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇടിമിന്നലൊക്കെ പെട്ടെന്ന് ഏൽക്കും, അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പം മഴയുടെ ആ ഒരു കോളൊക്കെ മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്പോട്ടിലായ ഇലവീഴ പൂഞ്ചിറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ചങ്ങല കെട്ടിയിട്ടേക്കുന്ന സ്ഥലം വരെ ഉള്ളൂ വണ്ടികൾക്കുള്ള പ്രവേശനം. പിന്നെ അങ്ങോട്ട് നടന്നു പോകണം. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ തടാകം കാണാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂലമറ്റത്തിൽ നിന്നും വരുന്ന ആ ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇടുക്കി ഡാമിൽ നിന്നും കറണ്ട് വെള്ളം എടുത്തതിന് ശേഷം വരുന്ന വെള്ളമാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൈസ്, ഇല്ലിക്കക്കല്ല് കണ്ടിട്ട് തിരിച്ചു വരുന്നവർ ഇലവീഴ പൂഞ്ചിറയിൽ ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. മണ്ട വരെ കയറാൻ നിൽക്കണ്ട. കാരണം പിന്നെ ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഇപ്പോൾ ഇതിലും നല്ല വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇല്ലിക്കക്കല്ല്. ഇത് മോശമല്ലെന്നല്ല പറഞ്ഞേ, നടക്കാൻ ബുദ്ധിമുട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ ഇല്ലിക്കക്കല്ല് വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് അടുത്ത വ്യൂ പോയിൻ്റ് കയറാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും അത്രയും ബെറ്റർ. എന്ന് വെച്ചാൽ നടന്ന് ആപ്പീസ് കൂട്ടുന്ന മേളിൽ ചെന്നൊരു വ്യൂ പോയിൻ്റ്. അവിടെ എന്നാലും തൊടുപുഴ കാണാൻ പറ്റും, ഇവിടെ എന്നാലും തൊടുപുഴ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ താഴെ കൂടെ പുഴ ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ തടാകമുണ്ട്. അത് നമുക്ക് കയറുന്ന വഴിയിൽ ഫുള്ള് കയറി പോകണമെന്നില്ല. കയറുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഇതുണ്ട്, വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. അവിടെ ഇന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതായിരിക്കും നല്ലത്. വെറുതെ നടന്ന് ഇടങ്ങേറാവും. പിന്നെ സംഭവം അടിപൊളിയാണ്. അല്ലെങ്കിൽ ആദ്യമേ ഇവിടെ വന്നിട്ട് രണ്ടാമതോടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഇവിടെ വന്നിട്ട് അവിടെ കയറാൻ പറ്റും. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് മടിക്കും. ഇതിൽ നല്ലത് ഇല്ലിക്കക്കല്ല് കണ്ടിട്ട് പിന്നെ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇല്ലിക്കക്കല്ല് വഴി തന്നെ ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്. ആ വാട്ടർഫോളിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേക്ക് എന്നിട്ട് പഞ്ചസാര മുക്കി വെച്ചേക്കുന്നോ? അതങ്ങ് 20 വലുത് അല്ലേ? ഞാൻ അടൂര്. യെസ്. നമുക്കിവിടെ റിസോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേക്ക് താമസ സൗകര്യം ഏർപ്പാടും ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഫോട്ടോക്ക് ഇപ്പോൾ നല്ല വ്യൂ ആ, നല്ല ഭംഗിയാണ് കാണാൻ. അതല്ലേ? ആ, മുകളിൽ കയറുന്നതിലും ഒറ്റ ഫോഷനായിട്ട് കിട്ടും. നമ്മൾ കംപ്ലീറ്റ് സ്ഥലം. ഇടുക്കിയിലെ വെള്ളം വന്നിട്ട് മൂലമറ്റം പവർ സ്റ്റേഷന്, മൂലമറ്റം അതേ കാണുന്ന ടൗണ് താഴെ. അത് അല്ലേ? അത് തൊടുപുഴ അപ്പുറത്തെ ഭാഗത്താ? തൊടുപുഴ ഇതേ കാണുന്നത്. ആ കാണുന്നത് തൊടുപുഴ. ഓക്കെ. നമ്മളങ്ങനെ ഇലവീഴ പൂഞ്ചിറയും കണ്ട് നാലാമത്തെ സ്പോട്ടായ കടവുപുഴയ്ക്കാണ് പോകുന്നത്. കടവുപുഴയ്ക്ക് പോകുമ്പോൾ ചോദിച്ചിട്ടൊക്കെ പോകണം. തിരിച്ച് ഞാനിപ്പോൾ വാഗമണ്ണ് പോകുന്ന റൂട്ടിലേക്കാണ് വഴിതെറ്റി പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിക്ക് ചെറുതായിട്ട് പുകയൊക്കെ ആയിട്ട് പിന്നെ അവിടെ തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി വെച്ചു. ഇവിടെ ഒരു അമ്മാവനെയൊക്കെ പരിചയപ്പെട്ടു. അമ്മാവനിവിടെ ഒരു ചെറിയ കടകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അമ്മാവൻ്റെ അവിടെ ഒരു അരമണിക്കൂറോളം ഞാൻ വണ്ടി തണുക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറേ വണ്ടികൾ ഇതുപോലെ പുകയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വണ്ടി ചൂടായിട്ട്. ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്, കുറച്ച് നേരം വണ്ടി നിർത്തി വണ്ടി തണുപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു വണ്ടി തണുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ മുകളിലോട്ട് കയറി പോകുന്ന ഇല്ലിക്കക്കല്ല് ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതേ ഒരു ചെറിയ കാട്ടിനകത്താണ്. നമ്മുടെ വണ്ടി അവിടെ പുക വന്നിട്ട് വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടേക്കുക. അപ്പോൾ അവിടുത്തെ ഒരു അമ്മാവൻ എന്നോട് പറഞ്ഞു അകത്തോട്ടൊന്ന് കയറിപ്പോയി നോക്കിയെന്ന് പറഞ്ഞു.
എന്തൊരു ഏരിയ മോനെ ഇത്. ഇതുണ്ടോ എന്ത് ശുദ്ധ ജലമാണെന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി ഇവിടെ. അയ്യോ എനിക്ക് വയ്യ, എമ്മാതിരി സ്ഥാനമാണെന്ന് നോക്കിയേ. ഇതുണ്ടോ ഇവിടെ ഒന്നും അങ്ങനെ ആർക്കും അറിയത്തില്ല കേട്ടോ. ഇവിടെ വെച്ച് വണ്ടിയൊക്കെ കേടായാലേ അറിയത്തുള്ളൂ. എന്ത് രസമാണെന്ന് നോക്കിയേ, അടിപൊളി. നല്ല പാറക്കല്ലുകളും ഗൈസ്, ഇതൊക്കെ ഒരു നിമിത്തമാണ് ഗൈസ് എൻ്റെ വണ്ടി അവിടെ നിന്ന് പുകയാനും ഈ അടിപൊളി സുന്ദരമായ സ്ഥലം വന്ന് കാണാനും ഒക്കെ. എന്തല്ലേ, ഞാൻ ഈ വാഗമണ്ണ് പോകുന്ന റൂട്ട്, ഇല്ലിക്കൽ കല്ലിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ടിലൊരു വളവിന് ഒരു ചെറിയ പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വണ്ടി ഇതുപോലെ കേടായത്. അപ്പോൾ വണ്ടി തണുക്കാൻ വേണ്ടി ഞാനവിടെ വണ്ടി നിർത്തിയിട്ടേക്കുവാണ്. അപ്പോഴാ അമ്മാവൻ പറഞ്ഞത്, നീ ആ കാട് വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലും നിനക്ക് അടിപൊളി ഒരു സ്ഥലം കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഈ സ്ഥലത്തിലോട്ട് വന്നതാണ്. എൻ്റെ പോനെ എന്തുവാടാ ഇത്, എന്തൊരു വെള്ളമാണെന്നറിയാം. ഇവിടെ ഭാഗ്യം ഇത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അത്രയ്ക്ക് തണുപ്പാണ്. നമ്മൾ നേരത്തെ കുളിച്ച അങ്ങനത്തേക്ക് അത് അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. പക്ഷേ ഇത് കണ്ടില്ലേ എന്തൊരു കിടുന്ന സ്ഥലമാണെന്നറിയോ. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് മൊത്തം ഉരുള് പോലത്തെ കല്ലും കാര്യങ്ങളൊക്കെ, എങ്ങനെ താപ്പോട്ട് സ്ഥലമുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ 4ാമത്തെ സ്പോട്ടായ കടവുപുഴ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് വലിയ ഇതൊന്നുമില്ല, ഒരു പാലത്തിൻ്റെ അപ്പുറത്താണ് ഈ ഒരു കടവുപുഴ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കടവുപുഴ പൂൾ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഇവിടെ പൂൾ വാട്ടർഫോൾ എന്ന് പേര് വീഴാനുള്ള കാരണം പൂള് പോലെ, പ്രകൃതി തന്നെ പൂള് പോലെ ഒരുക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. അവിടേക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് കാണുന്നത്. നമുക്കിപ്പോൾ അകത്തേക്കൊട്ടേക്ക് ഒന്ന് പോയി നോക്കാം. സംഭവം ഇവിടെയും ഡേഞ്ചറാണ് സംഭവം, നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെയും കുളിക്കുന്ന ഡേഞ്ചറാണ്. വർഷത്തിലും കനത്ത മഴയിലും ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വേണം ഈ കടവുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടത്തിലെത്താൻ. ഇതാണ് കടവുപുഴ പൂൾ വാട്ടർഫോൾ. ഈ ഇത്രയും സൈഡ് ഒരു പൂള് പോലെ ഇങ്ങനെ പ്രകൃതി തന്നെ കല്ല് വെച്ചിട്ട് ഒരുക്കി വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പൂൾ വാട്ടർഫോൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഭയങ്കരമായ ആഴമാണ്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആ ക്ലിയറൻസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. താപ്പോട്ടേക്ക് നിലയൊന്നുമില്ല, അത്രയ്ക്ക് ആഴമാണ്. കുളിക്കുന്നവർ നോക്കിയിട്ടൊക്കെ വന്ന് കുളിക്കുക. അങ്ങനെ നമ്മൾ 4 സ്പോട്ടുകളും കണ്ട് നേരെ തിരിച്ച് അടൂരേക്ക് പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.